മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇതിൻ്റെ അകത്ത് 5 ദിവസം അഭിനയിച്ചെങ്കിൽ മാത്രമേ സിനിമ നടക്കുള്ളൂ. കാരണം മമ്മൂട്ടിയെ പോലെ വേറെ ആൾ ഈ സിനിമ ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ മുകേഷ് ഏട്ടനും ശ്രീനേട്ടനും പോയി മമ്മൂട്ടിയുടെ സംഭവം പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നീയും മുകേഷ് ഏട്ടനോട് പറഞ്ഞു, നീയും ശ്രീനിയെ പ്രൊഡ്യൂസ് കാശെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് അഭിനയിച്ചു തരാമെന്ന്. അശോക് രാജ് എന്നുള്ള ക്യാരക്ടറിന് ഒട്ടും മേടിച്ചിട്ടില്ല? ഇല്ല, പടത്തിന് മേടിച്ചില്ല. ധ്യാനുണ്ടല്ലോ, ധ്യാൻ ഈ വടക്ക് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ആരുമില്ല സമയത്ത് മൂത്തമ്മക്ക് അറിയോ രാകേഷ് ഏട്ടൻ അവിടെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം പിരികെറ്റി കൊടുക്കും. അപ്പോഴാണ് ചാടിപ്പുറപ്പെടും. ഭയങ്കര ഇവൻ പോയിട്ട് സ്ക്രൂ ചെയ്യും. അപ്പോൾ അവർ ചാടിപ്പുറപ്പെടും. രാകേഷ് ഏട്ടൻ ഇന്ന് പെൺകുട്ടിയായിട്ട് ബൈക്കിൽ പോകുന്നുണ്ട്. ധ്യാൻ അന്നൊരു 16-17 വയസ്സൊക്കെ ഉണ്ടാവും. ഇപ്പൊ വിമലാൻറ്റി എന്ത് ചെയ്യുന്ന വെച്ചാല് പെൺകുട്ടീൻ്റെ അടുത്ത് പോയി നിൽക്കും, ഇങ്ങനെ നോക്കും. ഏകദേശം മോഹൻ്റെ ഐറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ടെസ്റ്റിങ്. അപ്പോ പിന്നെ ധ്യാനുണ്ട്, ധ്യാനാണ് ഒബ്സർവേഷൻ. എനിക്കൊരു സ്ക്രിപ്റ്റ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് അത് നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് മൂപ്പരെ ബോധ്യപ്പെടുത്തണ്ടേ. അതിന് ആ ശ്രമം ഒരുപാട് കാലം എടുത്തു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. പ്രേമിച്ച് ഇന്നലെ 2 ലിറ്റർ മണ്ണെണ്ണയും 3 കിലോ ഗോതമ്പ് വാങ്ങിയിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ ജോത്സ്യരേ, വാങ്ങിയിരുന്നു, നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാള് റേഷൻ കാർഡ് എടുത്തിട്ട് ഒറ്റ വീശാണ്. ഒന്ന് പോയിക്കൊണ്ട് റേഷൻ കാർഡ് എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ശരിക്കും ഒരു ന്യൂജൻ വേർഷൻ ഓഫ് മാമന്റെ പെണ്ണ് കാണലാണോ? ഇതില് അങ്ങനെ മാമന്റെ പെണ്ണുകാണെന്ന് മാത്രമൊന്നുമല്ല, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയേഷ് എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടർ കേരളത്തിന്റെ ഒരുപാട് ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. കാരണം അവരെല്ലാം ആദ്യം കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. മുടി ഇങ്ങനെ നീളമുള്ള വേണം, കണ്ണിങ്ങനെ ആയിരിക്കണം, ചുണ്ടിങ്ങനെ ആയിരിക്കണം, മൂക്കിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് 100 കണ്ടീഷൻസ് ഉണ്ടാവും. എന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രതിനിധിയാണ് ജയേഷ്. അതായത് സ്ത്രീകളുടെ ശാരീരിക അളവുകോലുകൾ വെച്ച് ഒരു പെൺകുട്ടിയെ വിലയിരുത്തുക ഏറ്റവും സില്ലി ആയിട്ടുള്ള, ഏറ്റവും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു രീതിയാണത്. അങ്ങനെ കാണുന്ന ഒരു സ്ത്രീയെ വിലയിരുത്തുന്നത്, ഒരു സ്ത്രീ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണേ, നിങ്ങളുടെ മുടി വീഴുക, പിന്നെ മൂക്കുണ്ടാവുക, അങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക, അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് പെണ്ണ് കാണുന്ന ഒരു വ്യക്തിയാണ് ജയേഷ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ജയേഷിന്റെ സ്വഭാവമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇല്ലില്ല, സ്വഭാവമായിട്ട് ബന്ധമില്ല. ഞാൻ ആക്ച്വലി നമ്മള് നാട്ടിലൊക്കെ സാമൂഹ്യ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ആളാണ്. നമ്മള് ഒന്നാമത് നമുക്ക് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് കുറേ പെൺകുട്ടികളുണ്ട്, അവരുടെ കല്യാണം കഴിച്ച പെൺകുട്ടികൾ എല്ലാവരും നമ്മൾ ഇതാണ്. പക്ഷേ ഈ പെണ്ണ് കാണൽ പരിപാടി ഒരു സംയുക്ത അത് മാത്രം. അവർക്ക് ഓരോരു അല്ല, സത്യം പറഞ്ഞാൽ മാമൻ പെണ്ണ് കണ്ട് കുറെ കാലം മുമ്പെയാണ്. അപ്പം ആ സമയത്ത് ഈ പ്രണയവിവാഹം വളരെ കുറവും, ഈ അറേഞ്ച് മാരേജ് കൂടുതലുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലൊരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയാണ്. അതൊരു ആഘോഷം പോലെ പോകും. അതെ, ആഘോഷം പോലെ അവരൊരു വണ്ടിയിലൊക്കെ പോയി ഒരാൾ മുടി നോക്കൂ, ഒരാൾ ഹൈറ്റ് നോക്കൂ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടൊന്നുമില്ല. ഞാൻ വളരെ ലാസ്റ്റൊക്കെയാണ് ഞാൻ ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതൊക്കെ ഇവര് വിമലേച്ച് വിനീതിൻ്റെ അമ്മ ആദ്യം പോവും. അവര് ധ്യാനം എപ്പോഴും ഉണ്ടാവും. ധ്യാനം ചാടിപ്പുറപ്പെട്ടു. അതിലിങ്ങനെ ഉപയോഗിച്ചില്ല മറ്റേ ആ മരുവള്. അങ്ങനെ ഒരു ഇതായിട്ട് പോവും. പിന്നെ വന്നിട്ട് ഇവൻ്റെ അമ്മയായിട്ട് ചർച്ച ചെയ്യും. ഇവൻ്റെ പെങ്ങളുണ്ട്, അവളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കോയമ്പത്തൂർ. അവളാണ് എഴുതി വെക്കുക, അവളാണ് പറ്റിച്ചത് പണി. ആദ്യം 88 വിചാരിച്ചത്. അപ്പൊ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടാ 88 120 പെണ്ണ് കണ്ടിട്ടുണ്ട്. അത് മൂപ്പര് എഴുതി വെച്ചിട്ട് അവസാനം കണക്ക് പറഞ്ഞാണ്. ഇതിനെ എഴുതി വെച്ചെന്ന് എനിക്കറിയില്ല, ഞാൻ പിന്നീട് അറിയുന്നത്. അല്ല, അതിപ്പോ എങ്ങനെയാ വെച്ചാല് മാമൻ ആദ്യം പോവില്ല. അതിപ്പം ആൺകുട്ടികൾ ആരും പോവില്ല. ആദ്യം പെങ്ങന്മാർ എല്ലാം അങ്ങനെ ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പോകും. പോയിട്ടൊരു ഫിൽറ്ററിങ് ഉണ്ട്. ഇവർ നോക്കും, എൻ്റെ വിമലാൻറ്റി എന്ന് വെച്ചാൽ വിമലാൻറ്റി ചിലപ്പോൾ വിമലാൻറ്റിയും മറ്റേ എൻ്റെ ചേച്ചിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഹൈറ്റ് നോക്കുക എന്ന് വെച്ചാൽ വിമലാൻറ്റിക്ക് ഹൈറ്റ്, മാമൻ്റെ ഹൈറ്റ് ഏകദേശം അറിയാം. അപ്പോൾ വിമലാൻറ്റി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെൺകുട്ടീൻ്റെ അടുത്ത് പോയി നിൽക്കും, ഇങ്ങനെ നോക്കും. ഏകദേശം മോഹൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ടെസ്റ്റിങ്. അപ്പോൾ പിന്നെ ധ്യാനുണ്ട്, ധ്യാനാണ് ഒബ്സർവേഷൻ.
പിന്നെ ഇതിനിപ്പോ കുറെ ഈ പെണ്ണുണ്ട പിള്ളേരിൽ ഇറങ്ങുമെന്ന് അറിയാം. ഇപ്പൊ വടകരയിൽ എനിക്ക് ഇത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ അവളെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. എന്റെ പെണ്ണ് കാണാൻ വന്നിരുന്നു. അവളെനിക്ക് അല്ല അവള് ഇപ്പൊ ചെറിയ കുട്ടിയാണ്, ചെറിയല്ല മീൻസ് അവളുടെ ആരോ ചേച്ചിയുടെ കുടുംബത്തില്ല അങ്ങനെ. അപ്പം അവൾക്ക് എൻ്റെ മകളാണ്ട് പ്രായം ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അവള് പറഞ്ഞ് സാർ എൻ്റെ കസിനും ആരോ പെണ്ണ് കാണാൻ വന്നിരുന്നു, എന്നിട്ട് സാറിൻ്റെ സിസ്റ്റർ ഇത് എന്താ എന്താ മറ്റേ ഹൈറ്റൊക്കെ അളന്ന് നോക്കിയിരുന്ന അവരാന്ന് പറഞ്ഞു. ഒരു വാക്ക് കാരണം ഇപ്പൊ അതെ അല്ല അത് അങ്ങനെ ഭയങ്കരമായ സംഭവങ്ങളാണ്. അത് കോമൺ ആണ്. അതെ അതെ. അന്ന് സത്യം പറഞ്ഞ അന്ന് അങ്ങനത്തെ കോമണൊന്നുമില്ല അന്ന്, ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ സ്ത്രീകളോട് ബഹുമാനക്കുറവാണ് അന്നത്തെ സംഭവം. ഒന്നുമില്ല, സ്ത്രീകള് വീട്ടിൽ വന്നിട്ട് അല്ല ബഹുമാനക്കുറവ് എന്ന് പറയാൻ പറ്റില്ല. അത് വെച്ചാൽ അവരെന്താ പറയാ, അവര് മനസ്സിൽ ഇങ്ങനെ വേണമെന്നൊക്കെ വിചാരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പം ഇവൻ ഇതിൽ കോടങ്കി ശാസ്ത്രത്തിനാണ് പിടിച്ചത്, അത് നമുക്ക് പറ്റാത്ത കാര്യം. പക്ഷെ ഇവർ കരുതുന്നത് കുറേ നാട്ടിൻപുറത്തുള്ള ഇവരെല്ലാം കരുതുന്നത് ഒരു അത്ര ഹൈറ്റ് വേണം. ഇപ്പം ഞാൻ ഹൈറ്റ് കുറവാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പാകമായ ഹൈറ്റാണ്, എവിടെ പോയി കഴിഞ്ഞാലും ഈ ഹൈറ്റ് ഓക്കെയാണ്. പക്ഷെ ഹൈറ്റ് കൂടി കഴിഞ്ഞാലും ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹൈറ്റ് ഒരു ഇന്റർനാഷണൽ രീതിയിലുള്ള ഹൈറ്റാണ്. ഇവര് നമ്മളെ പെങ്ങന്മാരെല്ലാം വിചാരിക്കുന്നത് ഇനി നമുക്കുണ്ടാകുന്ന കുട്ടികൾ ഹൈറ്റ് കുറഞ്ഞു. അതാണ് വിമലാന്റിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, മാമൻ ഇപ്പോൾ തീരെ ഹൈറ്റ് കുറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുമ്പോൾ തീരെ ഹൈറ്റ് കുറയുമല്ലോ. അതാണ് വിഷയം. അപ്പം അനിയന് ഹൈറ്റുള്ള പെണ്ണിൽ തന്നെ വേണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചിന്തകൾ ഇതിന്റെ പുറകുണ്ട്, ഭയങ്കരമായ ചിന്തകളാണ്. പിന്നെ നിങ്ങളെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഉപരി പരാജയപ്പെട്ടു പോയി. രാകേഷിന്റെ കാര്യത്തിലല്ലോ, രാകേഷിന് എഞ്ചിനീയറിംഗ് ജോലി കിട്ടിയപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് രാകേഷിന് പെണ്ണ് കണ്ട. അപ്പോൾ ഇവന്റെ അമ്മയും ചാടിപ്പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇന്നും നിന്ന് കൊടുത്തില്ല. ഇവൻ നേരെ കണ്ട് ഇതാ നമ്മളെ മുമ്പിലിരിക്കുന്ന ഇവരെന്തല്ലോ കുടുംബമാണ് ഇവര്. അല്ല എൻ്റെ അടുത്ത് ഇവര് മീൻസ് വൈഫ് അനഘ, അത് അവസാനം പ്രണയിച്ചാണ് കഴിച്ചത്. അപ്പം ആദ്യം നമ്മളൊരു അറേഞ്ച് മാരേജ് സെറ്റപ്പിൽ അമ്മയൊക്കെ റെഡിയായി, അമ്മയും ആൻറ്റിമാറും ചേച്ചിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ആ സൗഭാഗ്യം ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല, ഇവർ പോയി കാണട്ടെ. അപ്പൊ ഇവർ ഒരുപാട് പെണ്ണെ കാണുന്നു, എന്നെ വിളിക്കുന്നു, മോനെ ഇന്ന് കുട്ടിയുണ്ട്, അങ്ങനെ വേണ്ട, റിജക്റ്റഡ്. ആ സമയത്ത് എനിക്ക് പോയിട്ടില്ല. കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ അങ്ങനെ കാണാൻ ഞാനിവനെ വിളിച്ചു വന്നി പോകണം അങ്ങനെ പറഞ്ഞ് ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് പോയി. അത് ഇവനെ മുടക്കും, ഇവൻ സ്വയം മുടക്കി. അവിടെ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നമ്മൾ റിലേറ്റീവാണ്, അകന്ന റിലേറ്റീവാണ്. അത് വെച്ചാല് ഇവൻ നമ്മളെ കുടുംബത്തിലുള്ള തന്നെയാണ്, അകന്ന കുടുംബമാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഇവന്റെ ഫാമിലിയിൽ അറിയാം, ഇവന് നല്ല ജോലിയുണ്ട്, പിന്നെ ഇവന്റെ നാട്ടിൽ നല്ല നടപ്പായിരുന്നാണ് അറിയാം. കാരണം അങ്ങനെ അടക്കവും ഒതുക്കമുള്ള ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അവർക്ക് ഇവൻ ഓക്കെയാണ്. അവളുടെ ടീമൊക്കെ ചെന്നൈയിൽ എന്തോ കൺസ്ട്രക്ഷനും അങ്ങനെയൊക്കെയാണ്. അങ്ങനിപ്പം പോവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച രാഷ്ട്രം എന്തായാലും നീ പോകണം, നീ പോയിട്ട് ഇത് അച്ഛനും അമ്മയും തൃപ്തിപ്പെടുത്തും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയും പോയിട്ട് കുട്ടീനെ ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇവനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉദ്ദേശം സിനിമയാണ്, എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യാൻ, ഞാനിപ്പോൾ ഇത് അടുത്ത് ഈ ജോലി ഇത് റിസൈൻ ചെയ്യുമ്പോൾ. അപ്പം അവിടെ പൊട്ടി. ഞാൻ ചോദിച്ചു രാഷ്ട്രം നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഇത് വേണ്ട ഇവന് മുടക്കണോ, അതിനുവേണ്ടി പറഞ്ഞാണ്. അപ്പോൾ പിന്നെ വെച്ചാൽ അച്ഛനമ്മമാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ചേച്ചിമാർക്കൊക്കെ അവർക്ക് ആങ്ങളമാർക്കോ മകനോ വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ പോവുക. അത് അപ്പം ഞാനത് നിഷേധിച്ചില്ല. എന്നിട്ട് ഞാൻ പിന്നെ കുറേ കഴിഞ്ഞ് വർഷങ്ങളുണ്ട് ധ്യാനുണ്ടല്ലോ, ധ്യാൻ ഈ വടക്ക് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ആരുമില്ല സമയത്ത് മൂത്തമ്മക്ക് അറിയാം രാകേഷ് ചേട്ടൻ അവിടെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം പെരുകേറ്റി കൊടുക്കും. അപ്പോഴാണ് ഭയങ്കര ഇവൻ പോയിട്ട് സ്ക്രൂ ചെയ്യൂ. അപ്പോൾ അവർ ചാടിപ്പുറപ്പെടും. രാകേഷ് ചേട്ടൻ ഇന്ന് പെൺകുട്ടിയായിട്ട് പിന്നെ ബൈക്കിൽ പോകുന്നുണ്ട്. ധ്യാൻ അന്നൊരു പിന്നെ 16-17 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്നേ പെൺകുട്ടിയായിട്ട് സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് നാട്ടിലറിയാം, കാറ് മാത്രമേ ഞാൻ ഓടിക്കൂ. അത് പാളിപ്പോയി. അപ്പം പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയും അത് ഈ കോമഡി ആക്ച്വലി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് ഇയാൾ വെറുതെ കള്ളടിക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് സ്കിറ്റ് കോമഡിയുമാണ്, എൻ്റെ വീട്ടിലും തറവാട് നടന്ന കോമഡിയുമാണ്.
ഞാൻ കല്യാണം കഴിക്കാനും താല്പര്യമില്ല. എൻ്റെ അമ്മ എന്ത് ചെയ്തു? എൻ്റെ അമ്മേൻ്റെ ഒരു അനിയത്തിനെ കൂട്ടിയിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോയി. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? 24 വയസ്സായുള്ള മോക്ക് കല്യാണം ആകുന്നില്ല അത്ര. 24 വയസ്സേ ആയിട്ടുള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ എനിക്ക് കല്യാണം ആവുന്നില്ല. അമ്മയും അമ്മേൻ്റെ അനിയത്തിയും കൂടി എൻ്റെ ജാതകവും അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ എൻ്റെ ആൻറ്റി ഭക്തി പുരസ്സരം ഈ ജാതകം കൊടുത്തു. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞു, വീട്ടിൽ 5 പേരാണല്ലേ ചോദിച്ചു. അപ്പോൾ ആൻറ്റി ഞെട്ടി. കാരണം വീട്ടിൽ 5 പേരുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവർക്ക്, ജോത്സ്യരെ നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജോത്സ്യർ പറഞ്ഞു, ഭാര്യയും ഭർത്താവും 3 കുട്ടികളും 2 കുട്ടികളും ഒരു അമ്മയും അല്ലേ എന്ന്. ആൻറ്റി ഫ്ലാറ്റ്. ജോത്സ്യരെ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അങ്ങ് തറപറ്റി. കാരണം വീട്ടിൽ 5 പേരുണ്ട്, കൃത്യ ആൾ പറഞ്ഞു. ഈ ജോത്സ്യൻ ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത്ര കൃത്യം പറഞ്ഞു. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞു, ഇവർക്കറിയില്ല, പക്ഷെ അവനറിയാം. അവനറിയാൻ വേറെ കാര്യം. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞു, പ്രേമേച്ചി, പ്രേമ എന്നല്ല എൻ്റെ അതിൻ്റെ പേര്, പ്രേമേച്ചി ഇന്നലെ 2 ലിറ്റർ മണ്ണെണ്ണയും 3 കിലോ ഗോതമ്പ് വാങ്ങിയിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ ജോത്സ്യരെ, വാങ്ങിയിരുന്നു, നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അയാൾ റേഷൻ കാർഡ് എടുത്തിട്ട് ഒറ്റ വീശാണ്. ഒന്ന് പോയിക്കൊണ്ട് റേഷൻ കാർഡ് എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കില്ല, സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് എൻ്റെ തറവാട്ടിൽ നടന്ന കോമഡിയാണ്. അങ്ങനെ കുറെ കോമഡികളുണ്ട്. ഈ ധൃതിയിലൊക്കെ മാറിപ്പോയതാണ് സംഭവം. ഇതറിയോ, ഇപ്പോഴത്തെ ജോത്സ്യന്മാര് ഈ കവറുണ്ടല്ലോ, റേഷൻ കാർഡ് കവറുണ്ട്, ഒരു ബ്ലൂ കവറുണ്ട്, ആ കവർ ഇട്ടിട്ടാണ് ഇത് വെച്ചത്. അത് തിരക്ക് ക്ഷമയില്ല, തിരക്കിനായിട്ട് അത് മാറിപ്പോയതാണ്. അപ്പം അങ്ങനെയുള്ള അത് വലിയ ഗുണം ചെയ്തു നമുക്ക്. പക്ഷേ അങ്ങനെ ഇത് അയാൾ എന്നെ അറിയുന്ന എൻ്റെ കൂടെയൊക്കെ ഇത് പോയല്ല. പക്ഷേ അതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു. അരവിന്ദിൻ്റെ രീതികളിൽ ചില തോട്ടമൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. ഇവർക്കുള്ള പണിയെന്ന് വെച്ചാൽ, ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ ദൈവങ്ങളിലും ഭീഷണിപ്പെടുത്തി കളി. ഇവർ പോയിട്ട് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ, ഇവർ രണ്ടുപേരാണ്, എൻ്റെ അമ്മയും ആൻറ്റിയും. അപ്പോൾ പറശ്ശിനിക്കടവ് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ ഇതെന്താ ഇവിടെ എന്തോ യാത്ര കഴിഞ്ഞ് നമ്മൾ പറശ്ശിനിക്കടവ് പോയിരുന്നു. ഞാൻ പറഞ്ഞു അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞ്, നീ അറിയോ ഇവള് അവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് വന്നത്. നീ എന്തിന്? അടുത്ത ഡിസംബറിൽ മോളെ കല്യാണം കഴിഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വരില്ല. ഈ സംഭവം നമ്മൾ അരവിന്ദിൻ്റെ ഡിസ്കഷൻ സമയത്ത് രാജേഷ് രാഘവനും ഞാനും മണ്ടോടും കൂടി ചർച്ച ചെയ്തിട്ട് അത് വിനീതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഫീല്, അവൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്ന സാധനം. ഞാൻ അമ്പലത്തിലേക്ക് പിന്നെ ഇവിടെ ദേവീനെ കാണിച്ചു തരാമെന്ന് കൊണ്ടുവന്നതാണ്. ഇനി അമ്മ വന്നാലേ അങ്ങനെ ഒരു സാധനം ഈ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടിയില്ല. ഞാനത് രാജേഷ് രാവിൻ്റെ അടുത്ത് പറഞ്ഞു. രാജേഷ് അങ്ങനെ ഭയങ്കര കൂടി മോനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനത് ഓൾറെഡി ഈ കഥ അറിയാം. അങ്ങനെ ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. മാറിപ്പോ സാധാരണയാണ്, നമുക്കെല്ലാം അങ്ങനെ മാറിപ്പോകാനല്ല. അത് പക്ഷേ അങ്ങനത്തെ വീട്ടുകളൊക്കെ ഉണ്ട്. ഒരു ജാതകം എന്നിട്ട് 2 മരുമക്കളെയും കമ്പൈൻ ഇത് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറയില്ല, ആദ്യം ഞാൻ എനിക്ക് ഇവരെ കൂടെ കലഹങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചർച്ചകൾ പരസ്പരം ചർച്ച ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു മുൻ സിനിമകളിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വിറ്റാണ് കൂടുതൽ, കോമഡി കൂടുതൽ, കലഹങ്ങൾ കുറച്ച് കുറവാണ്. വിഷയങ്ങൾ മാറിപ്പോയി പോലെ, ഇതുപോലെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വിഷയങ്ങൾ മാറിപ്പോവും. അവസാനം ഏതെങ്കിലും ഒരാൾ കട്ട് ചെയ്യും, നമുക്കിത് തുടങ്ങാം, അല്ലെ ഇവൻ പറയും. അങ്ങനെ നാച്ചുറലി സംഭവിക്കുന്നതാണ് അത്. ഈ സിനിമാ സംവിധായകനാവണം എന്നുള്ള ഒരു മോഹം തുടങ്ങുന്നതും കഥ പറയുമ്പോൾ ശ്രീനിധി സാറുമായി കമ്പയർ ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നതൊക്കെ? അത് നാച്ചുറലി ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കുറച്ച് എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂളുകൾ കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ സിനിമ കൂടുതൽ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് സത്യനന്ദിക്കാടിൻ്റെ സിനിമകളാണ് കൂടുതൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യേട്ടൻ ശ്രീനൊക്കെ ഒരുമിച്ചിട്ട് സിനിമകൾ ചെയ്യുന്ന കാലഘട്ടം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ ഞാനിങ്ങനെ സിനിമ സംവിധാനം പഠിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം വന്നു. പിന്നെ ഡിഗ്രി കഴിയുന്നതോടുകൂടി അത് കുറച്ച് ബലപ്പെട്ടു. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇത് വിമലിച്ചിട്ടൊന്നും പറയില്ല. അപ്പോഴേക്കും ഇവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ശ്രീനിധി സാറിന്റെ? ഇവരെ കല്യാണം ഞാൻ പ്രീ ഡിഗ്രി കൂടി കഴിഞ്ഞാണ്. അന്ന് മുതൽ ഇവരെ സഹായിക്കാനും ഞാനാണ്. അങ്ങനെ ഈ സിനിമ ഈ ഡിഗ്രി കഴിഞ്ഞപ്പം വിമലേച്ചിൻ്റെ ആഗ്രഹം മറ്റേ PG എടുക്കുക, ഡോക്ടറേറ്റ് എടുക്കുക, കോളേജിൽ പ്രൊഫസറാക്കി ഇങ്ങനെ ഇതൊക്കെ നമുക്ക് നടക്കും.
അങ്ങനെ അതൊന്നും ഞാൻ അതിനെ സ്കിപ്പ് ചെയ്ത് പോയി. അങ്ങനെ ശ്രീനയുടെ അടുത്ത് എന്നോട് ചോദിക്കും എന്താ പരിപാടി, ഡിഗ്രിക്ക് പി ജിക്ക് കൊടുക്കുക നിർബന്ധിക്കും. ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും, അപേക്ഷയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനേട്ടൻ വന്ന് ഞാൻ ശ്രീനയുടെ അടുത്ത് കാര്യം പറഞ്ഞു. വിമല ഇങ്ങനെ കുറേ എൻ്റെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ എനിക്ക് ഡയറക്ഷൻ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ആരാണ് താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സത്യനന്ദിക്കാട്, പ്രിയദർശൻ, പിന്നെ CB സാറ് 3 ആൾ. അപ്പോൾ ഈ 3 ആളെടുത്തും നടക്കില്ല, അവരുടെ അടുത്ത് ഇഷ്ടംപോലെ അസിസ്റ്റൻസ് ഉണ്ടെന്നാണ്. അങ്ങനെ ആയിക്കോട്ടെ, വേണ്ട, തൽക്കാലം അവിടെ നിൽക്കട്ടേതാണ്. അങ്ങനെ സത്യേട്ടൻ്റെ അടുത്ത് ഏതെങ്കിലും ആരെങ്കിലും പോകുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ജയരാജേട്ടൻ വേണ്ടി ചെയ്യേണ്ട വിദ്യാരംഭം എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അത് വീട്ടിൽ വന്ന് താമസിച്ചൊക്കെ ചെയ്തത്. അന്ന് ജയരാജേട്ടൻ ശ്രീനേട്ടൻ അങ്ങനെയാണെങ്കിൽ മോൻ എൻ്റെ പടത്തിലാദ്യം ജോയിൻ ചെയ്യട്ടെ, സത്യേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും, കാരണം സത്യേട്ടൻ്റെ അടുത്ത് ശശിശങ്കറല്ലേ, ശശിയേട്ടൻ രാജൻ ബാലകൃഷ്ണനൊക്കെ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുക. ശശിശങ്കറിൻ്റെ മോനാണ് വിഷ്ണു ശങ്കർ, മാളികപ്പുറത്ത് മാളികപ്പുറത്ത് വിഷ്ണു ശങ്കർ. അപ്പം അങ്ങനെ തീരുമാനിച്ചു ജയരാജൻ്റെ കൂടെ. അപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു ജയരാജനാകുമ്പോൾ നല്ലതാണ്. അപ്പം എനിക്കും അദ്ദേഹമായിട്ട് അടുപ്പമുണ്ട്. പക്ഷേ ആ ജയരാജൻ്റെ പടം തുടങ്ങുന്നതിന് മുമ്പേ ശശിയേട്ടൻ, അതായത് ശശിശങ്കർ, അത് സ്വന്തം സിനിമ ഡയറക്റ്റ് ചെയ്ത് പോയി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കോൾ വരികയാണ്, ശ്രീകണ്ഠന് ഇങ്ങനെ സത്യൻ ചോദിച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് സത്യൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്നും നന്മകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം മൂത്ത ആളല്ലേ, പിന്നീട് എല്ലാത്തിനും ഉണ്ടായിരുന്നു ഇവരുടെ 14 പടം വർക്ക് ചെയ്ത് 14. പിന്നെ ഞാൻ ആഡ് കണ്ണൂർ TKC അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ട്. അപ്പൊ ഞാനും എൻ്റെ തോൽക്കൊട്ടായം വരെ. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു റിലേറ്റീവ് രാജീവ് റാം, അവനിപ്പോൾ ആഡ് ഫിലിം മേക്കറാണ്. അപ്പോൾ അവനും നമ്മൾ ചേർന്നിട്ട് ആഡ് ചെയ്തു. അങ്ങനെ പതുക്കെ കഥ പറയുമ്പോഴേക്ക് പിന്നെ കുറേ വർഷം, 4-5 വർഷം. അതിനിടയിലാണ് എന്നെ സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഇവർ ഈ പെണ്ണ് പരിപാടി അയച്ച് കല്യാണ പരിപാടി ചേർന്നത്. അതിനിടയ്ക്ക് അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സിനിമാക്കാരന് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് അങ്ങനെയല്ല, എനിക്ക് പെണ്ണ് കിട്ടാൻ അത്ര വലിയ താല്പര്യമില്ല. നമ്മളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർ ഇങ്ങനെ ഇവൻ്റെ പെങ്ങളും വിമലേച്ചും കൂടിയിട്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തും, കുറേ പെണ്ണൊക്കെ പോയി കാണും. ഞാൻ ബിസിനസ് തുടങ്ങാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് വിചാരിച്ച ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി വയനാട്ടിലെ ഒരു 4-5 ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഒരു റിസോർട്ട് പണി, അവിടെ സ്ക്രിപ്റ്റ് എഴുതുക. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ ഒന്നും നടന്നില്ല. കച്ചവടം നടന്നില്ല, കച്ചവടം കൂട്ടി, ഇവരുടെ കാശെല്ലാം പോയി. നമ്മളടുത്ത് കാശില്ലല്ലോ. ഇവൻ്റെ ഫാദറിൻ്റെ അടുത്ത് കുറേ സ്ഥലം വിറ്റ് ഇവർ ഉണ്ടായിരുന്നു വയനാട്ടിലെ വള്ളിത്തോട്ടല്ലേ. അത് പിന്നെ കാശൊന്നും നമ്മളെ പോയില്ല, നമ്മുടെ കയ്യിൽ വേണ്ട. അങ്ങനെ ഇവരെല്ലാം കൂടി ബിസിനസ് തുടങ്ങി. ശ്രീനേട്ടന് കുറേ കാശുണ്ടായിരുന്നു, അത് പൂട്ടി. അവസാനം ഒറ്റ തീരുമാനം, ഇനി സിനിമ തന്നെ. അതിന് ഒരുപാട് കഥകൾ ആലോചിച്ചു. അങ്ങനെ ചിലരൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. പല ആൾക്കാരും വിചാരിക്കും ശ്രീനേട്ടൻ എന്നെ പോലത്തെ വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, നടൻ, ഇങ്ങനെ ഒരാൾ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല. ശ്രീനേട്ടൻ്റെ എല്ലാ വരവിനും ഓരോ കഥ പറയും, ഒന്നും യേശുന്നില്ല. പുള്ളിയുടെ ഇതുപോലെ കഥ നേരത്തെ ആലോചിച്ചില്ല, പുള്ളി എഴുതി കുറേ കഥകൾ ആലോചിച്ചു. ശ്രീനേട്ടനില്ലേ ശ്രീനേട്ടൻ എന്ന് വെച്ചാൽ മക്കളോ മരുമകനോ അല്ലെങ്കിൽ അളിയനോ ഒന്നും, ശ്രീനേട്ടൻ സിനിമ മാത്രമാണ്. ആ സിനിമേൻ്റെ ഒരു ട്രൂ ഫോമിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ശ്രീനേട്ടൻ നിലനിൽക്കും, ശ്രീനേട്ടൻ എൻ്റെ കൂടെ നിൽക്കും. അപ്പം മാമനൊരു ചില കഥകൾ പറഞ്ഞല്ലേ മകൾക്ക് ഒരു ഷോർട്ട് ഫിലിം. അല്ല, ഞാൻ നാടകങ്ങളൊക്കെ എഴുതാണ്. അവിടുത്തെ പാർട്ടി പരിപാടികൾക്ക് നാടക സംഘഗാനം അങ്ങനത്തെ കുറേ പരിപാടികൾ എഴുതുക, അത് ശ്രീനേട്ടൻ അറിയാം. പക്ഷേ ഞാൻ ചില കഥകളൊക്കെ പറയുമ്പോൾ ശ്രീനേട്ടൻ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങോട്ട് പറയും, ഇതല്ലേ നീങ്ങും, പിന്നെ തീർന്നു. അപ്പം ഞാൻ എഴുത്ത് തുടങ്ങി, സ്ക്രിപ്റ്റ് എഴുത്ത് തുടങ്ങി. സ്ക്രിപ്റ്റ് എഴുത്ത് കുറേ സ്ക്രിപ്റ്റിൽ എഴുതി, പിന്നെ ഓരോ വരവിനും ഓരോ സ്ക്രിപ്റ്റ് കൊടുക്കും. അവസാനം ഇത് വലിയ വെയിറ്റുള്ള സാധനം, നമ്മൾ എഴുതുമ്പോൾ ചില്ലറ എഴുത്തൊന്നുമല്ലല്ലോ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് പിന്നെ അവസാനം ചെയ്യണമെങ്കിൽ ദയവേദി സ്ക്രിപ്റ്റ് എഴുതണ്ട, ഓൺലൈൻ ഉണ്ടാക്കിയാണ്. അങ്ങനെ കുറേ ഉണ്ടാക്കി അങ്ങനെ ഒരു സാധനം, അതിനൊരു ടെലിഫിലിം ചെയ്തു മകൾ എന്നുള്ളത്. അത് ശ്രീനേട്ടൻ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അത് ടച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മൂപ്പർക്ക് അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് അതാണ് ലൈഫിൽ ശ്രീനേട്ടൻ ഭയങ്കര വാർത്ത. ശ്രീനേട്ടൻ അത് വായിച്ചിട്ട് ഭയങ്കര ഇമോഷണലായി. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നല്ലേ? അങ്ങനെയാണ്. പിന്നെ അല്ല, അതിനു മുമ്പേ തുടങ്ങി. അതിനു മുമ്പ് ഞാനൊരു 1-2 ത്രെഡുകൾ ശ്രീനേട്ടൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ പൂത്തികയൊക്കെ നടന്നൊരു ഇൻസിഡൻസ് വെച്ചിട്ട്. പക്ഷെ കഥ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എഴുതി വരുമ്പോഴേക്ക് അത് നീ ചെയ്യേണ്ട വേറെ, അത് ചെയ്യാൻ വേറെ ആളുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പതുക്കെ
ഒരു കഥയിലേക്ക് പോയി. അതിനിടയിലാണ് ഇത് ഈ ടെലിഫിലിം. അങ്ങനെ കുറേ സമയമെടുത്തു. കാരണം എനിക്കൊരു ശ്രീനയുടെ അടുത്ത് പോയിട്ട് ശ്രീനയുടെ എനിക്കൊരു സ്ക്രിപ്റ്റ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് അത് നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് മൂപ്പരെ ബോധ്യപ്പെടുത്തണ്ടേ. അതിന് ആ ശ്രമം ഒരുപാട് കാലം എടുത്തു ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പിന്നെ കഥ പറയുമ്പോഴും മുന്നേ കുറേ കഥകൾ ആലോചിച്ച് തള്ളി അവസാനം ഒരു തമിഴ് ഡ്രാമ നമ്മളെ ഇതും വായിച്ചതാണ്. ആ ഡ്രാമയുടെ റൈറ്റ് എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയകുമാർ കുനിശ്ശേരിൻ്റെ മാതൃഭൂമിയിലുള്ള മറ്റേ കോയമ്പത്തൂരിലുള്ള എഡിറ്ററായിരുന്നു, മാതൃഭൂമിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിനോട് അത് വായിച്ച് ആ നാടകത്തിന് ബേസ് ചെയ്തിട്ട് ഒരു വൺലൈൻ പോലെ വർക്ക് ചെയ്തു. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് നമ്മളെ മുരളിയേട്ടനും മരണപ്പെട്ട മുരളിയേട്ടനും ജിഷ്ണു ശ്രീനേട്ടൻ പ്രധാന ക്യാരക്ടർ. അത് ഫസ്റ്റ് ഹാഫ് വരെ അതിൻ്റെ വൺലൈനൊക്കെ ഏകദേശം ഓക്കെ പറഞ്ഞു. സെക്കൻഡ് ഹാഫ് ഇരിക്കാം. അന്ന് ഈ അത് ഉദയനാണ് താരം ഹിറ്റായി. അതിനുശേഷം ചിതറിയൂർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഓഫ് ബീറ്റ് പടം ചെയ്തു. ആ ലൊക്കേഷനിൽ ഞാൻ പോയി പറഞ്ഞു ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ജിഷ്ണുവിനൊക്കെ പോയി കണ്ടു. ജിഷ്ണുക്കെ പറഞ്ഞു അത് ഒരു നല്ലൊരു ഇമോഷണൽ ഒരു സാധനമാണ്, കുറച്ച് തമാശകളൊക്കെ ഉള്ള. പക്ഷെ അതിനിടയിലാണ് ഈ ഒരു കൺസെപ്റ്റ് ശ്രീനയുടെ അടുത്ത് പറയുന്നത്. അത് ഫോണിലാണ് പറയുന്നത്, ലാൻഡ് ഫോണിൽ. ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലുള്ള സമയത്ത് ലാൻഡ് ഫോണിൽ പറഞ്ഞു. അത് ഭയങ്കര ഇമോഷണലായി ടച്ച് ചെയ്തു വന്നു. അപ്പം ഈ കുചേലനെ കൃഷ്ണനെ കാണാൻ നമുക്ക് മനസ്സിലുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒക്കെ അത് ഞാൻ ശ്രീനയുടെ ഇത് നമുക്ക് നന്നായി ചെയ്യാലോ. പിന്നെ ഈ കുചേലൻ കൃഷ്ണൻ തമ്മിൽ അത് തന്നെയാണ് കൺസെപ്റ്റ്. പക്ഷേ അന്ന് ശ്രീനേട്ടൻ പറഞ്ഞത് വേണുചേട്ടനും മമ്മൂക്കയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്കയാണെങ്കിൽ ശ്രീനേട്ടൻ തന്നെയായിരിക്കും തീരുന്നത്. ആദ്യം നമുക്ക് ആലോചിക്കാം. പക്ഷേ അന്നൊരു കാര്യം പറയുന്നു, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇതിൻ്റെ അകത്ത് 5 ദിവസം അഭിനയിച്ചിട്ട് മാത്രമേ സിനിമ നടക്കുള്ളൂ. കാരണം മമ്മൂട്ടിയെ പോലെ വേറെ ആൾ ഈ സിനിമ ചെയ്യാനില്ല എന്ന്. അപ്പോൾ എനിക്കെന്തോ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു മമ്മൂക്ക എന്തായാലും സമ്മതിക്കാതിരിക്കുകയാണ്. പിന്നെ മമ്മൂക്കയിലേക്ക് പോയി ആൻഡോ ചേട്ടൻ്റെ കഥ ഇഷ്ടപ്പെട്ടു. ആൻഡോ ചേട്ടൻ പറഞ്ഞു ചേട്ടാ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുകേഷ് ചേട്ടൻ കഥ കിട്ടു. മുകേഷ് ചേട്ടൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ മുകേഷ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇത് നല്ലൊരു സിനിമയായിരിക്കും. ഇത് എങ്ങനെ എത്ര ഓടോ ഹിറ്റടിക്കുകയോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് നല്ലൊരു സിനിമയായിരിക്കും. ആ ഒരു അതായത് ജഗദീഷ് ചേട്ടനാണ് പിന്നെ ഈ കഥ കിട്ടും. ജഗദീഷ് ചേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പക്ഷേ ടൈം എടുത്തു. അപ്പോൾ ശ്രീനയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നമ്മളിങ്ങനെ ഒരുപാട് സിനിമകൾ ഇതെല്ലാം പരാജയപ്പെടുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആകുന്നുണ്ടോ എന്ന് ശ്രീനയുടെ സംശയം വന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചെത്തിച്ച് സത്യജിത്രയുടെ ഒക്കെ അനുഭവങ്ങളും കഥകളൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലായിട്ട് എനിക്കൊരു പ്രശ്നമായി, എനിക്ക് എത്ര വേണമെങ്കിലും കാത്തിരിക്കുക, കാരണം മനസ്സിലേക്ക് ഇത് കയറിക്കഴിഞ്ഞു. അങ്ങനെ കുറേ ഡിലേ ഉണ്ടായി. പിന്നെ അതിനിടെ ചേംബറിൻ്റെ സമരവും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ നല്ല ടൈമിൽ അത് കിട്ടി. മമ്മൂക്കയോട് കഥ പറയാൻ പോയിരുന്നോ? ഇല്ല, ശ്രീനേട്ടനെ ഏതോ ലൊക്കേഷൻ വെച്ച് പറഞ്ഞു. പിന്നെ ഞാനൊരിക്കൽ മമ്മൂക്കയെ പോയി കണ്ടു. പിന്നെ കാണാൻ പോയി. കഥ പറയാനൊന്നുമില്ലല്ലോ, ഈ ഒരു അവസാനത്തെ കാര്യമില്ലല്ലോ. അങ്ങനെ ചെന്നൈയിൽ മുകേഷ് ചേട്ടനും ശ്രീനേട്ടനും പോയി മമ്മൂക്കയുടെ സംഭവം പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു നീയും മുകേഷ് ചേട്ടനോട് പറഞ്ഞു നീയും ശ്രീനിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശെന്ന് പറഞ്ഞാൽ ഞാൻ വന്നു അഭിനയിച്ചായിരുന്നു. അങ്ങനെ സംഭവിച്ചാണ്. കാശ് വാങ്ങിച്ചിട്ടില്ല അതിൽ? ഇല്ല, ഇതിന് പ്രതിഫലം മേടിച്ചു. ആ ഒരു അശോക് രാജ് എന്നുള്ള ക്യാരക്ടറിന് ഒട്ടും മേടിച്ചിട്ടില്ല? ഇല്ല, പടത്തിന് മേടിച്ചില്ല. പിന്നെ അതിൻ്റെ ഓവർസീസ് റേറ്റ് കൊടുത്തു, അങ്ങനെ എന്തോ എനിക്കറിയില്ല. പക്ഷേ കാശ് വാങ്ങിക്കാതാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇന്നസെൻ്റ് ആയിട്ട് ഈ കഥ പറയുമ്പോൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ വൈകുന്നേരം 8 മണി 8:30 ഭക്ഷണം കഴിച്ചിട്ട് ഈ റൈഫിൾ ക്ലബ്ബിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഇരിക്കുമ്പോൾ ഇന്നസെൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു നീ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ മമ്മൂട്ടിനെ വെച്ചിട്ട് പടം ചെയ്യുന്നു? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യ പടം. കാരണം നമ്മൾ മമ്മൂക്കൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സത്യേട്ടൻ്റെ പടങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. നമ്മളെ വേറെ ആരെങ്കിലും. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ ചില സംഭവിക്കുന്ന നിമിത്തങ്ങളാണ്. ആ ഒരു നിമിത്തം തന്നെയാണ് ഈ അരവിന്ദൻ്റെ അതികളും ഇപ്പൊ ഇവന്റെ കൂടെ ഈ പടം ചെയ്യും പറ്റുന്നതൊക്കെ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അന്ന് ധ്യാൻ ചേട്ടൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, രാജേട്ടാ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്ത് പടമാണ്, പിന്നെ ഡബിൾ ഇത് ലിഫ്റ്റ് ചെയ്ത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട. നിങ്ങളൊക്കെ അന്ന് എങ്ങനെയാ അത് കണ്ടിരുന്നോ? അന്ന് വർക്കിംഗ് കോപ്പി ഞാൻ ആക്ച്വലി പിന്നീടാണ് പ്രിവ്യൂ ഷോ രാത്രി നീ വന്നില്ല. ധ്യാൻ ഉണ്ടായിരുന്നു, വിനീത് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പ്രിയദർശൻ സാറിന്റെ അവരുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അൻവർ റഷീദ് ഉണ്ടായിരുന്നു. അൻവർ റഷീദ് പുറത്ത് വന്നിട്ട് ഇവർക്ക് വിനീതൊന്നും വർക്കല്ല. വിനീത് ആകെ ടെൻഷനായി. വിനീത് രഞ്ജൻ എബ്രഹാം എടുത്ത് പറഞ്ഞു ഇത് കഥയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ടൈം എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അൻവർ റഷീദ്
എൻ്റെ അടുത്ത് മോനായിട്ട് ഇത് നന്നായിട്ട് വർക്കാവും. കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ലാബിലാണ് കാണുന്നത്. ലാബിൽ എന്ന് പറയുന്നത് അവർ പിക്ചർ ക്വാളിറ്റി മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ അൻവർ റഷീദ് പരമായിട്ട് ധൈര്യമായിട്ടിരുന്നു പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, നാച്ചുറലി ഉണ്ടാവുമല്ലോ. അങ്ങനെ സെൻസർ ഓഫീസറിനെ വിളിപ്പിച്ചു. സെൻസർ ഓഫീസർ വിളിപ്പിച്ച് പറഞ്ഞു ആക്ച്വലി 2 കട്ട് ഇതിൻ്റെ അകത്ത് ഇവരെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു സിനിമ നമ്മൾ ഒരു സതുദ്ദേശപരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പറയുന്നത് അത് കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം നിങ്ങളെ പുതിയ ഡയറക്ടറാന്ന് പറഞ്ഞാൽ നിങ്ങളെ അത് ഒന്ന് കാണാൻ വേണ്ടി വിളിച്ച് കുറച്ച് സംസാരിച്ചിട്ട് ഇത് സൂപ്പർ ഹിറ്റാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ അത് ലാസ്റ്റ് മൊമെന്റിന്റെ ആ മൊമെന്റാണ് ആ സിനിമ. ആ ഒറ്റ മൊമെന്റാണ് സിനിമ. ആ മൊമെന്റിലേക്ക് ലീഡ് ചെയ്യുന്ന സീനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഫസ്റ്റ് ഹാഫും ബാക്കിയുള്ള എല്ലാ ഭയങ്കര ശ്രമകരമായ ജോലിയാണ്. അപ്പം അത് വളരെ എന്താ പറയാ ഒരു ഡിഫിക്കൽട്ട് സ്ക്രീൻ പ്ലേ ആണത്. അത് വേറൊരു ആളെ എഴുതി കഴിഞ്ഞാൽ അത് വർക്കാവില്ല. എങ്ങനെ ശ്രീനേടൻ തന്നെ ഒരിക്കൽ നമ്മളാദ്യം തലശ്ശേരി ഷൂട്ട് നടന്നില്ലേ, ഐവിശി സാറിൻ്റെ ഷൂട്ട് കോഴിക്കോട് തലശ്ശേരി നടക്കുന്ന സമയത്ത് ശ്രീനേടൻ എൻ്റെ അടുത്ത് അവിടെ തലശ്ശേരി റൂം എടുത്ത് എൻ്റെ അടുത്ത് എല്ലാം ചെല്ലാൻ പറയും. അങ്ങനെ നമ്മൾ കുറേ ഡിസ്കഷൻ നടത്തി. അവിടെയാണ് ബാർബർ ബാലൻ എന്നുള്ള കാരൻ ഈ ആദ്യം അധ്യാപകനായിരുന്നു വിചാരിച്ചത്. പിന്നെ അവിടെ നിന്നാണ് ബാർബറിലേക്ക് മാറിയത്. പക്ഷേ എന്നിട്ട് കുറച്ചൊക്കെ വർക്കൗട്ടായി. പിന്നെ ഒരു ശ്രീനേടൻ പറഞ്ഞു ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഏതോ ഒരു ആൻ്റണി ഇടക്കൊച്ചിയുടെ ഇത് കെയർ ഓഫിൽ ഏതോ ഒരു ദ്വീപിലോ മറ്റോ പോയിട്ട് ഇത് അവിടെ 2-3 ആഴ്ച ഇരുന്നിട്ട് അത് എന്നെ ഒരിക്കൽ വിളിച്ചാലും പറഞ്ഞു ഇങ്ങനെ ഒരു സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് വരെ ഞാൻ വർക്ക് ചെയ്യേണ്ടത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ തന്നെ കളഞ്ഞത് ശരിയാവില്ല എന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെന്നൈയിലും പിന്നീട് ഇരിക്കുന്നത്. അപ്പം ശരിക്കും എനിക്ക് മനസ്സിലായി ആ ഒരു ശ്രീനാഥിൻ്റെ കൂടെയുള്ള ഈ യാത്രയിൽ മനസ്സിലായി ഇത് ഇങ്ങനെയൊരു സബ്ജക്റ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ സീന് കാണാൻ നമ്മൾ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഇപ്പം രാകേഷ് പറഞ്ഞ പോലെ അതിലേക്ക് ലോഞ്ച് ചെയ്യേണ്ട ഒരു സാധനമുണ്ടല്ലോ. കാരണം ക്ലൈമാക്സ് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്ന് ശ്രീനേട്ടൻ്റെ ഒരു ശ്രീനേട്ടനുണ്ടായ വലിയ അനുഭവം കേട്ടോ. ഇതിൽ ഇങ്ങനത്തെ ഒരുപാട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻസിഡൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇതുപോലെ ഒരുപാട്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ദുബായിൽ പോയോ എനിക്ക് ആ സമയത്ത് മറ്റൊന്നും അറിയില്ല. ശ്രീനേട്ടൻ ജഗദീഷ് ചേട്ടനും ഒരു റെസ്റ്റോറൻറ്റ് നിന്നിട്ട് രാത്രിത്തെ ഇത് ഡിന്നർ കഴിക്കുന്ന സമയത്ത് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി അങ്ങനെ ഭയങ്കര മടിച്ച് അവിടെ വന്നു. അപ്പോൾ അവരുടെ 2 പെൺകുട്ടികളും അച്ഛനും അമ്മയാണ്. അപ്പോൾ ഒരു സ്ത്രീയുണ്ട്, അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളിങ്ങനെ മട്ടന്നൂരാണ്, മട്ടന്നൂർ കോളേജ് പഠിച്ചതാണ്. അപ്പോൾ മട്ടന്നൂർ കോളേജ് പഠിച്ചതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ഒരു ഷിവറിങ് പോലെയാണ്. അപ്പോൾ ശ്രീനേട്ടൻ നോക്കിയപ്പോൾ തന്നെ ഇവരെ പേര് വിളിച്ചു. ഇതിന് അങ്ങനെ മെമ്മറി ഭയങ്കരമാണ്. പേര് വിളിച്ചപ്പോൾ ഇല്ലേ ഈ സ്ത്രീ അങ്ങ് വേർത്തു പോയി. പിന്നെ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശ്രീനേട്ടൻ അത്ഭുതപ്പെട്ടു പോയി. ഇവർ ക്ലാസ്മേറ്റ് ഒന്നുമില്ല, പക്ഷെ കാണാണ്ട് ശ്രീനേട്ടൻ നാടകമായിട്ട് നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരിതാണല്ലോ. അപ്പോൾ അവർ ഭർത്താവ് വെച്ചാൽ സാറേ വേറൊന്നും വിചാരിക്കണ്ട, ഇവർ ഞാൻ കല്യാണം കഴിച്ച് ദുബൈയിൽ എത്തിയ മുതലേ തള്ളലുണ്ട്, ഒരുമിച്ച് പഠിച്ചതാണ്, അത് കുട്ടികൾ വലുതാവുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീനേട്ടൻ സിനിമ TV കാണുമ്പോൾ പറയൂ അങ്ങനെ എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവർ അത് തമാശയാക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ശ്രീനിവാസനും ജഗദീഷോടെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഇത് ഇന്ന് തെളിയിക്കണം, അങ്ങനെ ബലാത്കാരമായി കൊണ്ടുവരാണ്. അഥവാ ഇവരെ പരിചയമില്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മക്കളെ കൂടി അമ്മയെ തല്ലിക്കൊല്ലുമായിരുന്നു. ഈ ഒരു സംഭവം ശ്രീനേട്ടൻ എൻ്റെ തന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ മനസ്സിൽ വന്നിട്ട് ഉണ്ടായൊരു സാധനമാണ്. പ്രതീക്ഷിക്കാം തീർച്ചയായും. പിന്നെ ഇവൻ വലിയൊരു പ്രോജക്റ്റ് ചിലപ്പം ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അല്ല ഇവൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ വലിയൊരു പ്രോജക്റ്റാണ്. അത് ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ചോദിക്കാനിരിക്കുന്നതായിരുന്നു. ടോവിനോ ചിത്രം വരവ് ഇല്ല, അത് തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം അതിന്റെ വേറൊരു പ്രൊജക്ട് ഇപ്പം ഒരു വലിയൊരു പ്രൊജക്ട് ഇപ്പം വേറെ കാസ്റ്റിൽ ഇപ്പം അതെല്ലാം കൺഫേം ആയി. ഇപ്പം ഈ വർഷം എൻഡിൽ അതുണ്ടാവും. ഡയറക്ഷൻ, സ്ക്രിപ്റ്റും ഡയറക്ഷനും. അതെ. അപ്പോൾ മോഹനേട്ടനെ ഇനി ഇവരെ വെച്ച് ചെയ്യണമെങ്കിൽ അതോടെ കഴിയണം അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇവനെ അതിന്റെ ആ ഡയറക്ഷൻ പരിപാടിയുടെ ഇടയ്ക്ക് പിടിച്ച് പൊക്കിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിലിരിച്ചാണ് ആ ബാംഗ്ലൂർ സബ്ജക്റ്റിലേക്ക്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ വേറൊരു നിലയ്ക്ക് വന്നു. ഇപ്പോൾ അഭിലാഷ് പിള്ള സ്ക്രിപ്റ്റ് നിന്ന് മാളികപ്പുറവും സുമതി വളവിന് ശേഷം അത് അവിചാരിതമായിട്ട് അഭിലാഷ് പിള്ളയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കഥയുണ്ടായി. അത് ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ്.
അതിൽ ഇവരാരെങ്കിലും ഉണ്ടോ, വിനീതേട്ടനോ ധ്യാൻ ചേട്ടനോ? ഇല്ല, അതിൻ്റെ കാസ്റ്റിംഗ് ഒന്നും തീരുമാനിച്ചില്ല. ഇത് ഇവരൊക്കെ സബ്ജക്റ്റ് ഡിസ്കഷൻ പഴയ പോലെ ഇവരൊക്കെ ഉണ്ടാവും. അങ്ങനെ വിനീതും പിറകിലുണ്ടാവും. പക്ഷെ കാസ്റ്റിംഗൊന്നും തീരുമാനിച്ചില്ല. എന്തായാലും അടുത്ത് അത് പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാത്തിനും എല്ലാവിധ ആശംസകളും. ഇനി ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ധ്യാൻ, വിനീത്, രാകേഷ് മോഹനൻ കോംബോലെ ഇന്റർവ്യൂ ആണ്. അതൊക്കെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇതെന്താ ഇത് പെട്ടെന്നായി പോയി ഇത് ഇതിൻ്റെ റിലീസിങ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ വിനീത് അതിന് വേണ്ടി മുമ്പൊക്കെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത ദിവസം വിനീത് അതിന് വേണ്ടി ദിവസം മാറ്റി വെച്ചിരുന്നു. പെട്ടെന്ന് ഇത് ചെയ്യാന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ വിനീതിനും കിട്ടാണ്ടായി. ധ്യാന് ബാംഗ്ലൂർ ഷൂട്ടിന് പോയി. എന്നാലും വിനീത് മാക്സിമം നോക്കിയാണ്. പക്ഷെ എന്നാലും പെട്ടെന്നായി ഒരു ഇത് ഇപ്പോൾ സുബൈറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമേ ഇത്തിരി 10 ദിവസം കൊണ്ട് ഒരു പടം റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ പെട്ടെന്ന് മൂപ്പരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് എല്ലാ രീതിയിൽ എത്തിച്ചു. അത് ഒരു ഹിറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് വന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതൊക്കെ നല്ലൊരു അങ്ങനെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കുറെ കഥകൾ കേൾക്കാൻ പറ്റി. പറഞ്ഞാൽ തീരില്ലാന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. സൈനൊക്കെ ചായയും എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട്